എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാൻ അഡ്വക്കേറ്റ് BP അബ്ദുൾ റഷീദ്, ധർമ്മടം മണ്ഡലം UDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഞാനിപ്പോഴുള്ളത് CPIMന്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സഖാവ് പിണറായി വിജയന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ധർമ്മടം അസംബ്ലിയിലെ വേങ്ങാട് പഞ്ചായത്തിലെ 14-ാം വാർഡിലാണ്. ഈ പ്രദേശത്തിന്റെ പേര് കേളാനും. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന വാർഡാണ്. നിങ്ങൾ നോക്കണം, പാതിരാത്രിയിലും ആവേശമാണ്. ഈ പഞ്ചായത്തിന്റെ പര്യടനം ഇന്ന് 7 മണിക്ക് അവസാനിപ്പിക്കാൻ നിശ്ചയിച്ചാണ്. പക്ഷേ ഇപ്പോഴും അവസാനിച്ചില്ല. മൈക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് മൈക്ക് ഉപയോഗിക്കാതെയും കഴിഞ്ഞ 2-3 മണിക്കൂറായി കാത്തു നിൽക്കുന്ന ജനങ്ങളാണ്. പിണറായി വിജയന്റെ വാർഡിലാണ്. ഇതൊരു അത്ഭുതമാണ്. കണ്ണൂർ ജില്ലയിൽ വലിയ മാറ്റത്തിന്റെ കൊടുങ്കാറ്റടിക്കുമ്പോ ഒരു തർക്കവുമില്ല. കേരളത്തിൽ 140 അസംബ്ലിയിൽ UDF ആദ്യം വിജയിക്കാൻ പോകുന്ന അസംബ്ലി എന്ന് പറയുന്നത് അത് ധർമ്മടം നിയോജക മണ്ഡലമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ 100 കണക്കിന് അമ്മമാരാണ്, കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, രക്ഷിതാക്കളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇവരുടെ എല്ലാം ആഗ്രഹം UDF ഇവിടെ ജയിക്കണമെന്നുള്ളതാണ്. ഇത് ലോക മലയാളികളും പിണറായി വിജയനും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കണം, ലോകത്തെ മലയാളികൾക്ക് ജയിക്കണം. തീർച്ചയായും അവരുടെ എല്ലാം പിന്തുണയും പ്രോത്സാഹനവും സഹായവും ഉണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു ഹെയ്റ്റ് ക്യാമ്പയിനിങ് നടക്കുകയാണ്. ഇവിടെ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ എന്ന്. നിങ്ങളെ പറയുന്നവർ മുഴുവൻ ധർമ്മടം അസംബ്ലിയിലെ ഓരോ ഭാഗത്തേക്കും വരണം. ആ പറഞ്ഞവരെ ഞാൻ വിനയപൂർവ്വം ഈ ധർമ്മടത്തില് പിണറായി വിജയന്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിലെ ഈ 14-ാം വാർഡിലേക്ക് ക്ഷണിക്കാണ്. ഈ ലരിക്കുന്ന മുഴുവൻ ആളുകളും, ഈ ജനാധിപത്യ വിശ്വാസികൾ 10 മണി കഴിഞ്ഞിട്ടും ഈ പാതിരാവിലും കാത്തു നിൽക്കുന്നത് ഒരേ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. ആ ആവശ്യം എന്ന് പറയുന്നത് പിണറായി വിജയനെ രാഷ്ട്രീയപരമായി ഈ ധർമ്മടത്ത് പരാജയപ്പെടുത്താനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, ഒരു തർക്കവുമില്ല. ധർമ്മടത്ത് നമ്മൾ ധർമാധർമ്മം യുദ്ധത്തിൽ നമ്മൾ ജയിക്കും, UDF ജയിക്കും. ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പിണറായി വിജയനെ പരാജയപ്പെടുത്തും. ക്യാപ്റ്റൻ എന്നവർ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ക്യാപ്റ്റനെ ക്ലീൻ ബൗൾഡാക്കാനുള്ള യോർക്കർ ഇതാ ഈ ജനത അത് നിർവഹിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആത്മവിശ്വാസത്തോടു കൂടിയാണ്, ഇവരിലുള്ള ആത്മവിശ്വാസമാണ്. എനിക്ക് വേണ്ടി കമലഹാസൻ വരാനില്ല, എനിക്ക് വേണ്ടി വേടം വരാനില്ല, എനിക്ക് വേണ്ടി ഭാവന വരാനില്ല. വിണ്ണിലെ വിസ്മയ താരങ്ങളൊന്നും ഈ ധർമ്മടത്തെ മണ്ണിലിറക്കാൻ, കോടാനുകോടികൾ പൊടിക്കാൻ എനിക്കില്ല. 198 ബൂത്തിലെയും ധർമ്മടത്തെ വോട്ടർമാർ അവരാണ് എന്റെ സെലിബ്രിറ്റികൾ, അവരാണ് എന്റെ താരങ്ങൾ. അവരെ തെരഞ്ഞെടുപ്പിൽ അവരുടെ വിരൽത്തുമ്പിലെ അവരുടെ വോട്ടവകാശം അവർ വിനിയോഗിക്കും. 10 വർഷക്കാലത്തെ ഇരുണ്ട കാലത്തിൽ നിന്ന് ഒരു പുതിയുഗ പിറവിയിലേക്ക് കേരളം കാതോർക്കുമ്പോൾ തീർച്ചയായും ആ പുതിയുഗ പിറവിക്ക് കരുത്തു പകർന്ന് ധർമ്മടത്തിൽ നിന്ന് ഒരു UDF MLA ഉണ്ടാകും. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കൂ. UDF ധർമ്മടം പിടിച്ചെടുക്കും. UDF സിന്ദാബാദ്, UDF ഓരോ വോട്ടും പതിയട്ടെ, ഓരോ വോട്ടും പതിയട്ടെ, ഓരോ വോട്ടും പതിയട്ടെ. ധർമ്മടത്തിൻ നായകനെ, ധർമ്മടത്തിൻ നായകനെ.